മറ്റു വാർത്തയിലേക്ക്. ബീഹാറിൽ വോട്ട് കൊള്ളയ്ക്ക് BJP പദ്ധതിയിടുന്നതായി കോൺഗ്രസ്. 243-ൽ 160 സീറ്റുകൾ NDA നേടുമെന്ന അമിത്ഷായുടെ പ്രഖ്യാപനം ഇതിന്റെ ഉദാഹരണമാണ്. മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെയാണ് അമിത്ഷായുടെ പ്രഖ്യാപനമെന്നും ജയറാം രമേശ് ആരോപിച്ചു. നാളെയാണ് ബീഹാറിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. ഒരു മണ്ഡലത്തിൽ മാത്രം വോട്ടർ പട്ടികയിൽ നിന്ന് 80,000 മുസ്ലിങ്ങളെ വെട്ടിമാറ്റാൻ ശ്രമിച്ചെന്ന വെളിപ്പെടുത്തൽ ഇന്നലെ പുറത്തുവന്നിരുന്നു. സജു തോമസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. സജു, ബീഹാറിലെ കരട് വോട്ടർ പട്ടിക നാളെ പുറത്തുവരാനിരിക്കെയാണ് ആരോപണം കോൺഗ്രസ് ശക്തമാക്കുന്നത്. എത്ര വലിയ രീതിയിലുള്ള വോട്ടുകൊള്ള നടക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ പുതിയ വെളിപ്പെടുത്തൽ? എന്തായാലും ബീഹാറിലെ വോട്ടെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനിയിപ്പോൾ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും 4-ാം തീയതിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ബീഹാർ സന്ദർശിക്കുന്നത്. അതിനുശേഷമായിരിക്കും വോട്ടെടുപ്പ് തീയതി പ്രഖ്യാപിക്കുക. എന്തായാലും കോൺഗ്രസ് ആരോപിക്കുന്നത് 243 മുതൽ 160 സീറ്റുകൾ NDA നേടുമെന്ന അമിത്ഷായുടെ പ്രഖ്യാപനം. കഴിഞ്ഞ 2 ദിവസങ്ങളെ അമിത്ഷാ ബീഹാറിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസ്താവന വലിയ വിവാദമായിരിക്കുകയാണ്. മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെയാണ് അമിത്ഷായുടെ പ്രഖ്യാപനം എന്നാണ് ഇപ്പോൾ ജയറാം രമേശ് ആരോപിക്കുന്നത്. ബീഹാറിൽ മഹാസഖ്യം വിജയിക്കുമെന്നും ബീഹാറിലെ രാഷ്ട്രീയ ബോധമുള്ള ജനത ഇത്തരം ഗൂഢാലോചനകളെ പരാജയപ്പെടുത്തുമെന്നും അദ്ദേഹം ഇപ്പോൾ എക്സിൽ കുറിച്ചിരിക്കുന്നത്. ബീഹാറിൽ കള്ളവോട്ടുകൾ നടക്കാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും ഭാഗത്തുനിന്ന് വലിയ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അമിത്ഷായുടെ പ്രസ്താവന കൂടുതൽ വലിയ രീതിയിൽ ഇപ്പോൾ വിവാദമുണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും നാളെയാണ് ബീഹാറിലെ SIRമായി ബന്ധപ്പെട്ട കരട് വോട്ടർ പട്ടിക പുറത്തിറക്കുന്നത്. ഇതിനു മുന്നോടിയായിട്ട് എല്ലാ നീക്കങ്ങളും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് 65 ലക്ഷത്തിലധികം പേരെയാണ് അതായത് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയുള്ള നടപടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സജു, നാളെ ഇപ്പോൾ കരട് വോട്ടർ പട്ടിക വരുമ്പോൾ അറിയാമല്ലേ എത്രത്തോളം ആളുകൾ പട്ടികയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്, അനർഹർ എത്രത്തോളം പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ? തീർച്ചയായിട്ടും. എന്തായാലും ഇപ്പോൾ പ്രാഥമിക കണക്കുകൾ പ്രകാരം 65 ലക്ഷത്തിലധികം പേർ പുറത്താകുമെന്നുള്ള റിപ്പോർട്ടാണ് നേരത്തെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും അത് സാധൂകരിക്കുന്ന രീതിയിലായിരിക്കും എന്തായാലും വോട്ടർ പട്ടികയിലെ അനർഹരായവരുടെ ലിസ്റ്റ് എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അതിനെതിരെ വലിയ വിമർശനമൊക്കെയും ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു പുതിയ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും SIRമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയിൽ നിലനിൽക്കുകയാണ്. അടുത്ത മാസം 7-ാം തീയതിയാണ് അന്തിമവാദം കേൾക്കുക. അതിന് മുന്നോടിയായിട്ട് സുപ്രീം കോടതി കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ പറഞ്ഞത് SIRമായി ബന്ധപ്പെട്ടുള്ള ഹർജികളിലെ അന്തിമവാദം കേൾക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി അതായത് വോട്ടർ പട്ടിക പുറത്തു വന്നതിന് ശേഷമായിരിക്കും ഒരു തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമായി മുൻപോട്ട് പോകുക എന്ന് സുപ്രീം കോടതി വ്യക്തമായ പശ്ചാത്തലം ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അമിത്ഷായുടെ പ്രസ്താവനയും ഏറെ ദുരൂഹമായി തന്നെ തുടരുന്നു. ബീഹാറിൽ നാളെയാണ് കരട് വോട്ടർ പട്ടിക പുറത്തുവരുന്നത്. അതിനിടെയാണ് ആരോപണം ശക്തമാക്കി കോൺഗ്രസും രംഗത്തെത്തുന്നത്. സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.